അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു 12 മണി ആ ഒരു ടൈമായിട്ടുണ്ട്. ഞാൻ 11 മണിക്ക് 11 മണിയൊക്കെ ആയപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നല്ല, എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടുപോയി ഗൈസ്. അപ്പോൾ നമുക്കിന്നൊരു ഡെയിലി വ്ളോഗ് ആവാം. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതായിട്ട് നമുക്ക് സ്കൂളിൽ ലീവായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഡെയിലി വ്ളോഗ് എടുക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തത്തെ കാഴ്ചകൾ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോണിൽ ഒരു കുരങ്ങൻ പഴം കഴിക്കാനുണ്ട്. അപ്പോൾ അവൻ പഴം എന്ന് പറഞ്ഞിട്ട് വെറുതെ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടി വി ഒക്കെ കണ്ടിട്ട് സാധാരണ പോലെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സോയാബീനൊക്കെ ആയിരുന്നു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ഇത് ഷിക്കാരി ശമ്പു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുറത്തത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞാവളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പൂമ്പാച്ച അവിടെ മെമ്മയുടെ അടുത്താട്ടോ അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, എടുക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുറത്തേക്ക് പോയ ടൈമിൽ അവരാദില്ല പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ അവരെന്നെ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് അവർ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതേ വെറുതെ പുറത്തേക്കൊന്ന് വന്നതാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ട്. പ്രത്യേകിച്ചൊന്നല്ല, നിങ്ങൾക്ക് സുഖമൊക്കെ അല്ലേ? ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ? നിങ്ങൾ അടിച്ചു പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? അടിപൊളിയായിട്ട് നടന്നോ? എൻ്റെ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി, പിന്നെ മെഹന്തി ഇട്ടു, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. സോ ഉടനെ മെഹന്തി പോയി തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന്, അങ്ങനെ ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് എടുത്തതാണ് കേട്ടോ. കാര്യം നിങ്ങൾ വിചാരിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ നിന്നാണ് ഇതുപോലെയുള്ള വ്ളോഗ്സൊക്കെ എടുക്കാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി കൂടുതലും ഞാൻ ലീവുള്ള ദിവസങ്ങൾ ഇവിടെയാവും. പിന്നെ അങ്ങനെയൊക്കെ തന്നെ. അതാണ് ഗൈസ് നമ്മുടെ പൂവാട്ടപ്പിണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കുഞ്ഞാവ് കാര്യമുണ്ട് കേട്ടോ, അതാണ് സൗണ്ട്. അപ്പോൾ നമുക്കിനി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് റെഡി ആവാൻ പോട്ടെ ഗൈസ്. ഓക്കെ, റെഡി. അപ്പോൾ ഗൈസ് ഞാനിതേ സെറ്റായി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇതെൻ്റെ മേമയുടെ ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ ഞാൻ യൂണിഫോം ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതേപോലത്തെ ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ രണ്ടാളും ഒരേപോലത്തെ ഞങ്ങളുടെ കയ്യിൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് തന്നു കാരണം വേറൊന്നും കൊണ്ടില്ല, ഞാൻ യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഗൈസ് നമ്മുടെ പൂമ്പാച്ചക്കുട്ടി അവളെക്കാളുള്ള വലിയൊരു കവർ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അവളത് പുതിയ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല മൊഞ്ചത്തി ലുക്കായിട്ടില്ലേ ഗൈസ്. പിന്നെ നമ്മുടെ അപ്പു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി പോയതുകൊണ്ട് ഇത്തിരി ടൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം കാണുന്നില്ല. ആ കാണുന്നത് അമ്മമ്മയുടെ കൈയും ഇത് നമ്മുടെ അപ്പു ആണ് കേട്ടോ. ആ ഒരു സൺലൈറ്റ് അടിച്ചിട്ട് ഇത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പു എൻ്റെ മടിയിലും പൂമ്പാച്ചക്കുട്ടി നമ്മുടെ മേമയുടെ മടിയിലും ആയിരുന്നു. പിന്നെ അമ്മച്ചനും അമ്മമ്മയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു, അവരിയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ കർമ്മ റോഡ്. അപ്പോൾ ഇതൊരു അടിപൊളി ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ് അവിടെ. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്ന ഒരു ആൾക്കാരുടെ വീട്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മമ്മിയും മേമയും കൂടി ഇതവിടെ കുഞ്ഞാവളെടുത്ത് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്താ പറയുക, അമ്മച്ചൻ്റെ അമ്മായിയുടെ മോനോ അങ്ങനെയാണ് കേട്ടോ. അവരെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പൂനെ നമ്മുടെ ഈ ടേബിളിൽ ഇരുത്തിയപ്പോൾ ആ ടേബിളിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ചാച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അപ്പു ആണെങ്കിലോ ക്ഷീണിച്ചവിടെ കിടക്കുന്നുണ്ടായിരുന്നു. സോ ബൈ.